ഔട്ടർ ആങ്കറേജിൽ ഒരു കപ്പൽ വന്ന് ക്രൂസ് ചേഞ്ച് നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഒരു 50,000 60,000 രൂപയ്ക്ക് തീരുന്ന അല്ലെങ്കിൽ 75,000 രൂപയ്ക്ക് തീരുന്ന ഒരു കാര്യം കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ വലിയ അദാനി തുറമുഖത്ത് വന്ന് ആ തീരത്തടുത്ത് ഈ ക്രൂസ് ചേഞ്ച് നടത്തുക, അതിനുവേണ്ടി അങ്ങനെ തീരത്തടുക്കാറില്ല. അങ്ങനെ ഒരു നടപടി അപൂർവമാണ്. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിലാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഈ വരുന്ന വഴി, അതാണ് വിഴിഞ്ഞത്തിന്റെ പ്രത്യേകത. അപ്പൊ നമ്മുടെ മൈനർ തുറമുഖത്തിന്റെ ഒരു നേട്ടവുമാണ് അതാണ്. അപ്പൊ ആ മൈനർ തുറമുഖവും ഇവര് PPP മാതൃകയിൽ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടു നൽകാനുള്ള ശ്രമമാണ് മാരിടൈം ബോർഡ് നടത്തുന്നത്. ചെയ്തുകൊണ്ടിരുന്ന വരുമാനം വന്നുകൊണ്ടിരുന്ന ഒരു കാര്യം നിലച്ചത് പുനരാരംഭിക്കാതെ അത് സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യഗ്രത, അത് മറ്റ് മൈനർ തുറമുഖങ്ങളിലും ഈ വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന വിഴിഞ്ഞത്തെ മൈനർ തുറമുഖത്തും ഇപ്പോൾ അങ്ങനെ ഒരു നിലപാടാണ്. ഇതാരുടെ എന്താണ് ആ നിലപാടിൻ്റെ പിന്നിലെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ ഈ വികസനങ്ങൾ സ്വാഭാവികമായും അവർ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വിഭാവനം ചെയ്തതുപോലെ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഈ ഏറ്റവും മികച്ച രീതിയിൽ, അതായത് ഏതാണ്ട് 600 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള കേരളത്തിൻ്റെ തീരമേഖലയിൽ ഒരു വികസനത്തിൻ്റെ വേറൊരു പുതിയ ചക്രവാളം തന്നെ തുറക്കാനുള്ള ഒരു സാധ്യതയാണ് ഈ മാരിടൈം ബോർഡും മറ്റും അടച്ചു കളയുന്നത്.